നമസ്കാരം. കാലത്തിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ ഇന്നൊരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടൽ കടന്നെത്തിയ ഏതാനും കച്ചവടക്കാർ എങ്ങനെയാണ് ഒരു വലിയ രാജ്യത്തിൻ്റെ വിധി മാറ്റി എഴുതിയത്? അധികാരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥകൾ പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന വീഡിയോ ഒരു സീരീസായി ആരംഭിക്കാനായി ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യൂറോപ്പിൽ ഇന്ത്യൻ ജനങ്ങൾക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ സ്വർണത്തേക്കാൾ വിലയുള്ള കാലമായിരുന്നു. അന്നുവരെ കടൽ മാർഗമുള്ള വ്യാപാരത്തിൽ മേധാവിത്വം പുലർത്തിയിരുന്ന പോർച്ചുഗീസുകാരെ മറികടക്കാൻ ലണ്ടനിലെ ഒരു കൂട്ടം വ്യാപാരികൾ തീരുമാനിച്ചു. ഇതിൻ്റെ ഫലമായി 1600 ഡിസംബർ 31 എലിസബത്ത് I രാജ്ഞിയുടെ പ്രത്യേക അനുമതിയോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായി. 1608 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിൻ്റെ നേതൃത്വത്തിൽ ഹെക്ടർ എന്ന കപ്പൽ ഗുജറാത്തിലെ സൂററ്റ് തീരത്തെത്തിയതോടെയാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയത്. തുടർന്ന് മുഗൾ ചക്രവർത്തി ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തി ഹോക്കിൻസ് വ്യാപാര അനുമതി നേടിയെങ്കിലും പോർച്ചുഗീസുകാരുടെ സ്വാധീനം കാരണം അത് എളുപ്പമായിരുന്നില്ല. എന്നാൽ പിന്നീട് 1615 ബ്രിട്ടീഷ് രാജാവായ ജെയിംസ് I പ്രതിനിധിയായി എത്തിയ സർ തോമസ് റോ തൻ്റെ നയതന്ത്രത്തിലൂടെയും ജഹാംഗീറിൽ നിന്നും സൂറത്തിൽ ഫാക്ടറി സ്ഥാപിക്കുന്നതിനുള്ള ഔദ്യോഗിക അനുമതി നേടിയെടുത്തു. വെറുമൊരു കച്ചവട സംഘമായി ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൂറത്തിന് പിന്നാലെ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിലേക്ക് വേരുകൾ പടർത്തിക്കൊണ്ട് പടിപടിയായി ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. പിന്നീട് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.